ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ചെറിയൊരു വീഡിയോ വന്നേക്കണം. അതും ഹോണ്ടയുടെ RS350 പറയാനുള്ളൊരു ചെറിയൊരു സംഭവം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. റെഡ് റോസ്റ്ററിന്റെ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പൊ എന്റെ ആളെ പരിചയപ്പെടാം. ഇവൻ ഓണറുടെ ഒരു കൂട്ടുകാരനാണ്. അപ്പോ ഓണർ തൽക്കാലം ഇപ്പൊ നാട്ടിലില്ല. അപ്പോ ഈ വണ്ടി ഇപ്പൊ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവനാണ്. നമുക്ക് ഇവനോട് ചോദിച്ച് കാര്യങ്ങൾ അറിയാം. ഇവനെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഫ്രോങ്സിൽ. അപ്പൊ തുടങ്ങല്ലേ? അപ്പോ ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു റീസൺ എക്സോസ്റ്റ് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നാൻ കാരണം കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടാൻ വേണ്ടി അവൻ ചെയ്തതാണ്. അവൻ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹോണ്ടയില് CBRS അധികാരം ചെയ്തിട്ടില്ല ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്. അപ്പൊ അങ്ങനെ ഫുള്ള് വിത്ത് ബെൻ പൈപ്പ് അടക്കം ഫുൾ സിസ്റ്റം അവൻ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഹോണ്ടയില് ഇങ്ങനെ ഒരു സൈലൻസറും മാറ്റിയിട്ട് ഒരു മോഡിഫിക്കേഷൻ. കാരണം നമ്മള് യമഹയില് കണ്ടിട്ടുണ്ട്, KTM കണ്ടിട്ടുണ്ട്, ബുള്ളറ്റിലും കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഹോണ്ടയില് കണ്ടത്. അപ്പൊ അത് കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളോടും കാണിക്കാൻ വിചാരിച്ചത്. അപ്പൊ ഇതിന് മൊത്തം ചെലവ് എത്രയും എക്സോസ്റ്റിന് മാത്രം? ഇത് എക്സോസ്റ്റ് മാത്രം 15,000 വന്നിട്ടുണ്ട്. ബെൻഡ് പൈപ്പ് ഒരു 2,000 രൂപ അടുത്ത് ആയിട്ടുണ്ട്. മൊത്തം ഒരു 17,000 ആയിട്ടുണ്ട് ഫുള്ള് ഫിറ്റിംഗ് അടക്കം. ഓക്കെ, അപ്പോ ഇത് മറ്റേ പഴയ സൈലൻസറും ഈ സൈലൻസറും വെച്ചിട്ട് ഓടിക്കുമ്പോൾ ഒരു മാറ്റം? ഈ സൈലൻസർ എനിക്ക് തോന്നുന്നു നമ്മുടെ കോണ്ടിനെന്റ് GT അതിന്റെ ഒക്കെ ഒരു ഫീലില് വണ്ടി സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും പെർഫോമൻസ് ഇപ്പൊ റോട്ടിൽ കൂടെ പോവാണെങ്കിലും എല്ലാവരും നോക്കുന്നുണ്ട് ഏതാ വണ്ടി എന്നുള്ളത്. ഫുൾ സിസ്റ്റം വെച്ചപ്പോ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് മറ്റുള്ളവർക്കൊരു ദ്രോഹമാണ രീതിയിലുള്ള സൗണ്ട് ഒക്കെ ഉണ്ടോ? അത്രക്കില്ല, നമ്മളെ ആക്സിലേറ്റർ കൊടുക്കണ അനുസരിച്ച് ഇരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു മൈലേജ് ഒക്കെ പറയാൻ പറ്റുമോ? മൈലേജ് എനിക്ക് തോന്നുന്നു എക്സോസ്റ്റ് വെച്ചപ്പോ ഇത്തിരി കുറവുണ്ട്. കാരണം അറിയാലോ എക്സോസ്റ്റ് കയറ്റുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 3 ഒക്കെ കട്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സിറ്റിയിൽ ഒരു അറൗണ്ട് ഒരു 29-28 ഒക്കെ പ്രതീക്ഷിക്കാം. ഇതിപ്പോ ഹൈവേയിൽ പോകുമ്പോഴോ? ഹൈവേയിൽ പോകുമ്പോ ഒരു 35 ഒക്കെ കിട്ടും. അപ്പൊ ഇതിന്റെ ഭാഗത്തുനിന്ന് ഒരു കംഫർട്ട് എനിക്ക് തോന്നുന്നു പഴയ എക്സോസ്റ്റ് ആണ് കൂടുതൽ ഒരു പവർ പ്രൊഡ്യൂസ് കിട്ടുന്നുണ്ട്. അവന് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓടിക്കുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടി പെർഫോമൻസ് കയറണ പോലെ തോന്നുന്നുണ്ട്. ചെയ്തിട്ട് അധികം നാളായ? ഇപ്പൊ ചെയ്തിട്ട് ഒരു 6-7 മാസമായിട്ടുണ്ട്. ഓക്കെ, ഇതും കൊണ്ട് ലോങ് റൈഡ് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ? ലോങ് റൈഡ് അടിച്ചിട്ടുണ്ട്. ഗുജറാത്ത് പോയി. അപ്പൊ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം കംഫർട്ട് ആയിട്ട് പോയാ. ഓക്കെ, ഇതില് ബാക്കി നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തത് ഇവിടെ ഫ്ലൈമൺ ഗാർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് ഗാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു ക്രോസ് ബാർ ഹാൻഡിൽ ബാർ ആണ്. പിന്നെ ഈ ലഗേജ് ഒക്കെ ഹോൾഡർ ചെയ്യുന്ന ഒരു സാധനം ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ടെയിൽ ടൈഡ് കട്ട് ചെയ്തിട്ട് ഇത് ഷോർട്ട് ചെയ്തു. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് വേറെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഒക്കെ സ്റ്റോക്ക് തന്നെ. ബാക്കി നമുക്ക് ചെയ്തു വരുമ്പോ ഒരു 5,000 ഉള്ളിലായിട്ടുണ്ട് മാറിയ സാധനങ്ങളൊക്കെ. ഓൾമോസ്റ്റ് ഒരു 6,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഈ സിറ്റിയിൽ ഓടിക്കുമ്പോഴുള്ള ഈ സീറ്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു കംഫർട്ട്? സീറ്റൊക്കെ കുഴപ്പമില്ല, നല്ല സീറ്റാണ്. പില്ലിയനായാലും ഓക്കെയാണ്. പിന്നെ ബാക്കിലിരിക്കണവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വണ്ടി കുറച്ച് പവറാണ്. അപ്പൊ വണ്ടി ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യണ പോലെ തെറിച്ചു പോണ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇറക്കിട്ട് ഇപ്പോ എത്ര കൊല്ലം ഉണ്ടാവും? ഇതിപ്പോ വണ്ടി ഇറക്കിട്ട് 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു തോന്നുന്നു. 2 വർഷം കഴിഞ്ഞു. ഒരു ഓൺ റോഡ് പ്രൈസ് ആ സമയത്ത് അന്നെടുത്തപ്പോ 250 ഉള്ളിലായിട്ടുണ്ട് എല്ലാം നടക്കും. ഇപ്പോ ഇത്ര വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? ഇപ്പൊ 30,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ ഓക്കെയാണ്. മൊത്തത്തിൽ അടിപൊളി വണ്ടിയാണ്. സൗണ്ട് കേട്ടാലോ? കേക്കാലോ. അന്ന് പിന്നെ കൊടുത്തൊന്ന് കൈ. ഓക്കെ, സൗണ്ട് കേൾക്കുന്നുണ്ടാവോ പോലെ? സീനാണടാ.
ഓക്കെ ഓഫ് ചെയ്തോ, നാട്ടുകാരെ എണീക്കാനും. അപ്പോൾ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹോണ്ടയുടെ ഒരു വണ്ടി ഇങ്ങനെ സൈലൻസറൊക്കെ മാറ്റിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു മാത്രം. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.